വന്യജീവി ആക്രമണങ്ങൾ, പാമ്പുകടിയൊക്കെ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികളെ രൂക്ഷമായി വിമർശിക്കുന്നു കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. പാമ്പുകൾക്ക് സർക്കാരും മനുഷ്യപുത്രന്റെ ശവപ്പെട്ടിയും എന്നാണ് വിമർശനം. ഭരണപക്ഷവും പ്രതിപക്ഷവും കൊല്ലപ്പെടുന്ന മനുഷ്യരെ നോക്കി കള്ളക്കരച്ചിൽ നടത്തുന്നുവെന്ന് മുഖപ്രസംഗത്തിലെ കുറ്റപ്പെടുത്തൽ. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ മജരുന്നു. ലാൽ, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ദീപിക അത്തരത്തിൽ ദീപിക പത്രം വന്യജീവി ആക്രമണങ്ങളുടെ സമയത്തൊക്കെ കടുത്ത വിമർശനങ്ങൾ, രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ ലോജിക്കുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു അവയൊക്കെയും. ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണ് ലാൽ? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഈ മുഖപ്രസംഗത്തിലും സമാനമായ രീതിയിൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് സർക്കാരിനെയും രാഷ്ട്രീയ പാർട്ടികളെയും, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനത്തെ ദീപിക നോക്കിക്കാണുന്നത്. അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത്. അതായത് ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പാമ്പുകളുടെ വിഹാരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ചൂടടക്കമുള്ള സാഹചര്യങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂർഖനെയും 20 കുഞ്ഞുങ്ങളെയും പിടികൂടിയിട്ട് അതിന് വീണ്ടും ജനവാസ മേഖലയിൽ തുറന്നുവിടുന്ന സമീപനമാണ് സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇവർ പാമ്പുകൾക്ക് നിലവിൽ മകുടി ഊതുന്ന രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കുന്നതല്ല. എടുത്തു പറയുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ കൊന്നാൽ അയാൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നുണ്ട്, നിയമസഹായങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അറിയാതെയാണെങ്കിൽ പോലും ഒരു മൃഗത്തിനെ തൊട്ടാൽ അയാൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മോഡേൺ ജീവിത രീതികളിൽ അവലംബിക്കുന്ന മനുഷ്യസ്നേഹികൾ എന്ന് നാട്യം കൊള്ളുന്ന മൃഗസ്നേഹികൾക്കൊക്കെ ഇത് സാധാരണ സംഭവമായി മാറിയേക്കാം. പക്ഷേ സാധാരണ മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവർക്ക് അതങ്ങനെയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോര ജനതയെയും സമീപകാലത്ത് ജീവൻ നഷ്ടപ്പെട്ടവരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദീപിക രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടവരുടെ നികുതി പണം കൊണ്ടാണ് മാസശമ്പളം വാങ്ങുന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. അടുത്ത മാസം ശമ്പളം തരുന്നത് ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ് എന്ന കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാക്കണം. ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം എന്നുള്ള രീതിയിലെല്ലാം തുറന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വിമർശിച്ചു പോരുന്നത്. സമീപകാലത്ത് വന്യജീവി ആക്രമണത്തിലടക്കം കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ആ ഭാഗങ്ങളിലെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വരുന്ന മെയ് 4-ാം തീയതിയെങ്കിലും കണ്ണു തുറന്ന് ജനങ്ങളെ നോക്കുന്ന ഒരു ഭരണകർത്താക്കളുടെ സർക്കാർ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളോടെല്ലാം ഈർഷ്യയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വെറുപ്പും അവർക്കുണ്ടാകുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊള്ളാൻ ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് തയ്യാറാകുമോ? ആ തയ്യാറാകും എന്ന പ്രതീക്ഷ മാത്രമേ നമുക്കിനി ഉള്ളൂ എന്നതാണ് ദീപിക പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.